നമസ്കാരം. BJP ഒരു പ്രത്യേകതരം രാഷ്ട്രീയമാണ് കേരളത്തിൽ അവതരിപ്പിക്കുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെ പാർട്ടിയുടെ പിൻബലമോ അല്ലെങ്കിൽ പാർട്ടിയുടെ അടിത്തറയോ അല്ല, വ്യക്തികളുടെ പ്രാമുഖ്യമാണ് ഇവിടെ പലപ്പോഴും പരീക്ഷിക്കുന്നത്. കാരണം BJP വിരുദ്ധ രാഷ്ട്രീയം കേരളത്തിൽ ശക്തമായതുകൊണ്ട് തന്നെ BJPയേക്കാൾ അവർ പ്രാധാന്യം കൊടുക്കുന്നത് വ്യക്തികൾക്കാണ്. പല വ്യക്തികളെയും മാറി മാറി പരീക്ഷിക്കുന്നു. ചിലതൊക്കെ വിജയിക്കുന്നു, ചിലതൊക്കെ പരാജയപ്പെടുന്നു. അങ്ങനെ അത്ഭുതകരമായി BJPക്ക് ലഭിച്ച ലോട്ടറി ആയിരുന്നു സുരേഷ് ഗോപി എന്ന വ്യക്തി. BJPക്കുള്ള വോട്ടായിരുന്നില്ല, സുരേഷ് ഗോപിക്കുള്ള വോട്ടായിരുന്നു. അതിൻ്റെ തനിയാവർത്തനമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. BJPക്ക് കിട്ടിയ വോട്ടിനേക്കാൾ വ്യക്തിപരമായി ലഭിച്ച വോട്ടായിരുന്നു ഈ 3 MLAമാരുടെയും സൃഷ്ടിക്ക് കാരണം. പ്രത്യേകിച്ച് ചാത്തന്നൂരിൽ BB ഗോപകുമാറിൻ്റെ വിജയം. ഇത്തരത്തിൽ ഹെവി വെയിറ്റ് വ്യക്തികളെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ കേരള BJP ഏറെ ശ്രദ്ധാലുക്കളാണ്. അങ്ങനെ അവർക്ക് ലഭിച്ച മറ്റൊരു മൂല്യമുള്ള അസറ്റാണ് VV രാജേഷ്. തിരുവനന്തപുരത്തെ സാധാരണ BJP പ്രാദേശിക നേതാവായി വാണിരുന്ന VV രാജേഷ് തിരുവനന്തപുരം മേയറായതോടെ സ്റ്റേച്ചർ വേറൊരു ലെവലിലേക്ക് ഉയർന്നു. പറഞ്ഞ വാക്കുകളൊക്കെ പാലിക്കുക മാത്രമല്ല, എല്ലാ വിമർശനങ്ങൾക്കും കൃത്യമായി മറുപടി കൊടുക്കുക, ഒരു കോർപ്പറേഷൻ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് രാവും പകലും അധ്വാനിച്ച് കാണിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് VV രാജേഷ് ചരിത്രമാകാൻ കാരണം. അരനൂറ്റാണ്ടോളം തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കി ഭരിച്ചിരുന്ന CPMൻ്റെ അഴിമതികൾ ഓരോന്നായി ചുരണ്ടി പുറത്തേക്കിട്ടപ്പോൾ തന്നെ ജനങ്ങൾ കയ്യടി കൊടുത്തു. തിരുവനന്തപുരത്തെ പാളയം മാർക്കറ്റ് അടക്കം വിവിധയിടങ്ങളിൽ CPM ഗുണ്ടാഭരണം അരങ്ങേറുകയായിരുന്നു. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മീൻ വിൽക്കണമെങ്കിൽ പോലും CPM ഗുണ്ടകൾക്ക് പണം കൊടുക്കണം. അവർ മാർക്കറ്റിലും മറ്റ് കോർപ്പറേഷൻ്റെ അധികാര പരിധിയിലുമൊക്കെ അനധികൃതമായി കെട്ടിടങ്ങൾ ഉണ്ടാക്കി വാടകയ്ക്ക് കൊടുത്തവർ ലാഭമുണ്ടാക്കി. എന്തിനേറെ കോർപ്പറേഷൻ്റെ സ്ഥലത്ത് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തി കാശ് പിരിച്ചതുപോലും CPM ഗുണ്ടകളായിരുന്നു. VV രാജേഷ് മേയറായതിനു ശേഷം ഓരോന്നായി തിരിച്ചു പിടിച്ചു കൊണ്ടുവരുന്നു. പാളയം മാർക്കറ്റിലടക്കം കോർപ്പറേഷൻ്റെ സ്ഥലത്തെ അനധികൃത കയ്യേറ്റക്കാരെയൊക്കെ ഒഴിപ്പിക്കുന്നു. അനധികൃത പാർക്കിങ്ങുകാരെ കൈയടുപ്പൊക്കി പിഴ അടയ്ക്കുന്നു. CPM അഴിമതിയിലൂടെ കെട്ടിപ്പൊക്കിയതൊക്കെ അന്വേഷണ വിധേയമാക്കുകയും പരിഹാരമുണ്ടാക്കുകയും ചെയ്യുന്നു. നഗരത്തിലെ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തിറക്കുന്നു. മേയർ കെയർ എന്ന പദ്ധതിയിലൂടെ പാവപ്പെട്ട 5000-ഓളം കുടുംബങ്ങളെ സഹായിക്കുന്നു. അങ്ങനെ ഒരു കോർപ്പറേഷന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നത് കോർപ്പറേഷനിലെ പരമ്പരാഗത CPM ജീവനക്കാരെ ഒരുവിധം കൈകാര്യം ചെയ്തുകൊണ്ടാണ്. ഓരോ പ്രവൃത്തിയിലൂടെയും രാജേഷ് കയ്യടി നേടുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഉറക്കം കെടുന്നു. CPMന് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിക്കും ആശങ്ക ഉയർത്തി രാജേഷ് മുന്നേറുകയാണ്. അതുകൊണ്ടാണ് UDFും LDFും സംയുക്തമായി 19 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാണ് എന്ന് പറഞ്ഞ് സമരം തുടങ്ങിയത്. ഹൈക്കോടതി അത് അസാധുവാക്കിയെങ്കിലും ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ചെയ്താൽ സാധുവാക്കാം എന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെ അവരുടെ രാജിക്ക് വേണ്ടി സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ സമരവും വാസ്തവത്തിൽ രാജേഷിന് ഗുണം ചെയ്തു. രാജേഷിനെയും BJP ഭരണത്തെയും പുറത്താക്കുമെന്ന വാശിയിൽ തുടങ്ങിയ സമരം വാസ്തവത്തിൽ രാജേഷിൻ്റെയും കോർപ്പറേഷനിലെ BJP ഭരണത്തിൻ്റെയും മേന്മ ഉയർത്തിയിരിക്കുകയാണ്. രാജേഷിൻ്റെ ഓഫീസിൽ നടന്ന ഉപരോധം അടിപിടിയിൽ കലാശിക്കുകയും രാജേഷ് അടക്കമുള്ള BJP കൗൺസിലർമാർ ആശുപത്രിയിലാവുകയും ചെയ്തതോടെ BJP പ്രവർത്തകർ ഉഷാറായി രംഗത്തിറങ്ങി. അതിനിടയിൽ R. സുഗതൻ എന്ന ഒരു BJP കൗൺസിലർ കാപ്പ കേസിൽ പ്രതിയായി ജയിലിലായതോടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവിശ്വാസ പ്രമേയത്തിന് നീക്കം നടത്തി കോൺഗ്രസ് പാർട്ടി. വളരെ വിചിത്രമാണ് അവരുടെ നീക്കം. ആകെയുള്ള 101 സീറ്റിൽ 50 സീറ്റ് BJPയുടേതാണ്. 1 സീറ്റ് സ്വതന്ത്രൻ പിന്തുണയ്ക്കുന്നു. കോൺഗ്രസിനും CPMനും കൂടി 50 സീറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സുഗതൻ വിട്ടുനിന്നാലും 50-50 എന്ന നിലയിലെ കാര്യങ്ങളെത്തൂ. അവിശ്വാസം പാസ്സാക്കാനുള്ള സാഹചര്യമില്ല എന്ന് മാത്രമല്ല, അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കണമെങ്കിൽ 34 അംഗങ്ങളുടെ പിന്തുണ വേണം. കോൺഗ്രസ് പാർട്ടിയാണ് ആവേശത്തോടെ രംഗത്തെത്തിയത്. അവർക്ക് ആകപ്പാട് 20 അംഗങ്ങളേ ഉള്ളൂ. CPM പിന്തുണയ്ക്കാതെ വന്നതോടെ അവർ അതിൽ നിന്ന് പിന്മാറി. ഇപ്പോൾ രാജേഷിനെ അട്ടിമറിക്കും എന്ന് പറഞ്ഞ് ബഹളം വെച്ചവരാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള അടിസ്ഥാന പിന്തുണയില്ലാതെ പിന്മാറിയത്. ഇത്രയുമേ ഉള്ളൂ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ. കോൺഗ്രസ് പാർട്ടിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ടാണ് അവർ അവിശ്വാസം രംഗത്ത് വന്നത്. എന്നാൽ നഷ്ടപ്പെടാനുള്ളത് CPMനാണ്. ഇപ്പോൾ ഒരു അവിശ്വാസം കൊണ്ടുവന്ന് അട്ടിമറിച്ചാൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമുണ്ടായാൽ BJP മഹാഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് തിരിച്ചറിയാനുള്ള വിവേകം CPMന് ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നാൽ കോർപ്പറേഷനിലെ മഹാഭൂരിപക്ഷം സീറ്റും BJP പിടിക്കുന്ന സാഹചര്യമാണ്. കാരണം 6 മാസം കൊണ്ട് അത്രയധികം മാറ്റങ്ങളാണ് VV രാജേഷിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നത്. ഇത് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് CPM അവസാന നിമിഷം കാലുമാറിയത്. വാസ്തവത്തിൽ മേയർ രാജേഷും BJPക്കാരും
അവിശ്വാസം അവതരിപ്പിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അവിശ്വാസമുണ്ടായി ഭരണം നഷ്ടപ്പെട്ടാൽ UDFും LDFും ഒരുമിച്ച് BJPയെ അട്ടിമറിച്ചു, ഈ നാട്ടിൽ മാറ്റം വരുന്നത് അവർ സഹിക്കുന്നില്ല എന്ന പ്രചരണം നടത്താനും തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നീക്കാനും അങ്ങനെ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുമാണ് അവർ ശ്രമിച്ചത്. ഈ അപകടം തിരിച്ചറിഞ്ഞതുകൊണ്ട് അവിശ്വാസം അവതരിപ്പിക്കുന്നതിന് മുൻപ് ചീറ്റിപ്പോയി. ഈ വിവാദം വാസ്തവത്തിൽ BJPക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഉണർവ് ചില്ലറയല്ല. അതുകൊണ്ടാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചാൽ മറുപടി പറയാൻ വേണ്ടി റെഡിയാക്കിയിരുന്ന മറുപടി മാധ്യമങ്ങളോട് പറയാൻ വേണ്ടി ഇന്നലെ രാജേഷ് പത്രസമ്മേളനം വിളിച്ചത്. 6 മാസം കൊണ്ട് എന്തൊക്കെ ഈ നാട്ടിൽ ചെയ്തു എന്ന് അടിവരയിട്ട് എണ്ണി പറഞ്ഞ് UDFിൻ്റെയും LDFിൻ്റെയും വായടച്ചിരിക്കുകയാണ് VV രാജേഷ്. കഴിഞ്ഞ 6 മാസം VV രാജേഷ് നാട്ടിൽ ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ചുരുക്കി പറയുന്നത് കേൾക്കുക. ഭരണത്തിൽ എത്തുന്ന സമയത്ത് തന്നെ 6 മാസത്തിലൊരിക്കൽ ഇത്തരത്തിലുള്ള അവിശ്വാസ പ്രമേയങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അതായത് 5 വർഷം കൊണ്ട് 10 അവിശ്വാസ പ്രമേയങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഭരണസമിതി അധികാരത്തിലേറിയത്. അതുകൊണ്ട് ജനാധിപത്യത്തിൽ എങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിയമപരമായി അനുവദിക്കപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഏതൊരു കാര്യം വന്നു കഴിഞ്ഞാലും വളരെ പോസിറ്റീവായിട്ട് ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അധികാരത്തിലെത്താൻ ഇടയായ തെരഞ്ഞെടുപ്പ് സമയത്ത് 4 കാര്യങ്ങളാണ് ഞങ്ങൾ ജനങ്ങളോട് 1 വർഷത്തിനകം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. 1, തെരുവ് നായ്ക്കളെ 1 വർഷത്തിനകം തെരുവ് നായ് ശല്യം അവസാനിപ്പിക്കും, തെരുവ് നായ്ക്കളെ ഷെൽട്ടർ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. 2, നഗരത്തിലെ കുടിവെള്ള പ്രശ്നവും വെള്ളക്കെട്ടും 1 വർഷത്തിനകം പരിഹരിക്കുമെന്ന് പറഞ്ഞിരുന്നു. 3, വേസ്റ്റ് മാനേജ്മെന്റ് 1 വർഷത്തിനകം പരിഹരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഈ 4 കാര്യങ്ങളാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞിരുന്നത്. അതിൽ ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന ആദ്യത്തെ മാസം 30 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ തെരുവ് നായ്ക്കളെ പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് ഷെൽട്ടർ ചെയ്തിരുന്നു. നിങ്ങൾ ആരാവശ്യപ്പെട്ടാലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്ന സ്ഥലങ്ങളിൽ തെരുവുനായ ശല്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ നിമിഷം തന്നെ ഡോഗ് സ്ക്വാഡിനെ അയച്ച് അവയെ പിടിക്കുവാനും വാക്സിനേറ്റ് ചെയ്ത് ഷെൽട്ടറിൽ പെർമനന്റ് ആയിട്ട് ഷെൽട്ടറിൽ അടയ്ക്കുവാനും ഭരണസമിതി തയ്യാറാണ്. ഓരോ സ്ഥലത്തിന്റെയും പ്രാധാന്യവും നായ്ക്കൾ എത്രത്തോളം അക്രമകാരികളാണെന്ന് നോക്കിയിട്ട് ഞങ്ങൾ പിടിച്ചു മാറ്റാൻ തയ്യാറാണ്. ഇതാണ് ഞങ്ങൾ 1 വർഷത്തിനകം ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം 6 മാസം പൂർത്തിയാകുമ്പോൾ ആ പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നു. മറ്റു 3 കാര്യങ്ങൾ വേസ്റ്റ് മാനേജ്മെന്റ്, വെള്ളക്കെട്ട്, കുടിവെള്ള പ്രശ്നം, ഈ 3 കാര്യങ്ങളിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂടി ഇടപെടലും സഹകരണവും ആവശ്യമാണ്. ഫണ്ടിങ്ങിന്റെ കാര്യത്തിലാകട്ടെ, ചില അനുമതികളുടെ കാര്യത്തിലായിക്കോട്ടെ, ഡിപ്പാർട്ട്മെന്റുകളുടെ കോർഡിനേഷന്റെ കാര്യത്തിലായിക്കോട്ടെ, ഈ 2 സർക്കാരുകളുടെ ഇടപെടൽ ആവശ്യമാണ്. അക്കാര്യങ്ങളിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ചെറിയ പരിമിതി, ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് 2ാമത്തെ മാസം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു. അതിനുശേഷം 1.5-2 മാസത്തോളം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലനിന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് മുൻ സർക്കാരിന്റെ, സംസ്ഥാന സർക്കാരിന്റെ അവസാന നാളുകളിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഫൈനൽ തീരുമാനം എടുക്കാൻ ചില പരിമിതികളുണ്ടായിരുന്നു. എങ്കിലും ആ സർക്കാർ പരമാവധി അവസാനം വരെ കോർപ്പറേഷനുമായി സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് 3ാമത്തെ ദിവസമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി സാധിച്ചത്. ചോദിച്ച സമയത്ത് തന്നെ അദ്ദേഹം അപ്പോയിന്റ്മെന്റ് തന്നു സാധിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അദ്ദേഹം ആവശ്യത്തിന് സമയം അനുവദിച്ചു. കുടിവെള്ള പ്രശ്നം, വെള്ളക്കെട്ട്, വേസ്റ്റ് മാനേജ്മെന്റ്, ഇക്കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഏതൊക്കെ തരത്തിലുള്ള സഹായമാണ് വേണ്ടതെന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം അപ്പോൾ തന്നെ തയ്യാറാണ് എന്ന് പറഞ്ഞു. 2ാമത് അദ്ദേഹത്തെ കണ്ടപ്പോഴേക്ക് ഇക്കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ചു. അപ്പോൾ അദ്ദേഹം ബഡ്ജറ്റ് കഴിഞ്ഞാൽ സാധ്യമായ കോർപ്പറേഷന് സൗകര്യപ്രദമായ അദ്ദേഹം തിരുവനന്തപുരത്തുള്ള ഏത് ദിവസവും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഗൗരവമായിട്ട് കേട്ടു. അപ്പോൾ ആ ഇടപെടൽ ആരംഭിച്ചു. ആ കാര്യം അപ്പം ഞങ്ങൾ ഏറ്റ 4 കാര്യങ്ങൾ, ഒരു കാര്യം ഞങ്ങൾ പൂർണ്ണമായിട്ടും ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളോടുൾപ്പെടെ പറയുകയാണ്, നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ആ നിമിഷം തന്നെ ഞങ്ങളുടെ ഡോഗ് സ്ക്വാഡ് അവിടെ വന്ന് സൺഡേ ഉൾപ്പെടെ 24 മണിക്കൂറും ഡോഗ് സ്ക്വാഡ് അവിടെ വന്ന് ഈ നായ്ക്കളെ പിടിക്കാൻ തയ്യാർ. ആദ്യം ആശുപത്രികൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് പോലുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് അനുസരിച്ചിട്ടുള്ള കോളേജുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. മ്യൂസിയം ആയി, വിമൻസ് കോളേജായി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, SAT ആയി, RCC, ശ്രീചിത്ര, ഇപ്പൊ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ പിടിക്കുകയാണ്. പിന്നെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ നായ്ക്കളെയും അപ്പം കിട്ടില്ല, കുറെ ഓടും, അപ്പം വീണ്ടും അവിടെ നിന്ന് പിടിക്കേണ്ടി വരും. ഇപ്പം ഫസ്റ്റ് പ്രയോറിറ്റി അക്രമകാരികളായിട്ടുള്ള നായ്ക്കളെ പിടിക്കുന്നതിനാണ്. ഇതിൽ ഭരണസമിതിയൊക്കെ തന്നെ ഇങ്ങനെയൊന്നുമുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ചില കൗൺസിലർമാർ പറഞ്ഞ സ്ഥലത്തുനിന്ന് തന്നെ നായ്ക്കളെ പിറ്റേ ദിവസം രാവിലെ പിടിച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. പല സ്ഥലങ്ങളിലും അഴിമതി വ്യാപകമായിരുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. ഒരുപാട് അതിൽ വസ്തുതയുണ്ടായിരുന്നു. അത് പരമാവധി അവസാനിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ ആദ്യം തന്നെ തുടങ്ങിയത്. വളരെ മുമ്പ് തന്നെ പാളയം മാർക്കറ്റിൽ നിലനിന്ന ഗുണ്ടാപിരിവിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ, വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിലാകെ കേരളത്തിലെ പൊതുസമൂഹത്തിലുണ്ടായിരുന്നു. നേരിട്ട് അനുഭവിച്ചിട്ടുള്ളവരാണ്.
ഞാൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലേക്കും പോകില്ല. കാരണം നമ്മൾ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങളിലും പോലും എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയാവുന്നതാണ്. പക്ഷേ വളരെ വലിയൊരു മുന്നൊരുക്കം, എല്ലാ രേഖകളും പരിശോധിച്ച് അർഹരായ ആർക്കും തന്നെ ഒരു വാക്കുകൊണ്ട് പോലും വേദന ഉണ്ടാകരുത്, അർഹരായ എല്ലാ കച്ചവടക്കാർക്കും സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ വളരെ വലിയൊരു മാസങ്ങൾ നീണ്ടുന്ന ഒരു മുന്നൊരുക്കം നടത്തിയിട്ടാണ് അവിടുത്തെ ഗുണ്ടാപ്പിരിവ് അവസാനിപ്പിച്ചതും അതോടൊപ്പം തന്നെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റിയതും. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഒരു ദിവസം പോയിട്ട് ഞങ്ങൾക്ക് ഒരു 2 കട മാത്രമേ മാറ്റിയുള്ളൂ ഞങ്ങൾ. കാരണം ഒരു ചെറിയ സംശയം വന്നു. മറ്റു 3-4 കടകൾ മാറ്റുമ്പോഴേക്കും ഏതോ ചില രേഖകളിൽ അത് ഔദ്യോഗികമാണ് എന്നൊരു ചർച്ച വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം 3 ദിവസം എടുത്ത് ആ രേഖകളൊക്കെ പരിശോധിച്ച് ഉത്തമ ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കടകളൊക്കെ തന്നെ പൊളിച്ചു മാറ്റിയത്. അതിലൂടെ അഴിമതിയുടെയും അക്രമത്തിൻ്റെയും ഗുണ്ടായുസത്തിൻ്റെയും വലിയൊരു കോട്ടയാണ് തകർക്കാൻ സാധിച്ചത്. ഇതാണ് ഈ ഭരണസമിതി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ 6 മാസമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ജനങ്ങളുടെ ജീവൻ, അവരുടെ ജീവനിൽ ഭയക്കാതെ അവർക്ക് അവിടെ പോയി ചെന്ന് പച്ചക്കറിയും മീനും വാങ്ങാൻ സാധിക്കുന്നു. അവിടെ വരുന്ന കച്ചവടക്കാർ, ഞാൻ പലപ്പോഴും പറഞ്ഞാണ്, നിങ്ങൾക്ക് അവിടെ പരിശോധിച്ചാൽ ക്യാൻസർ രോഗം ബാധിച്ചൊരു വീട്ടമ്മ ജീവിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും 500 രൂപ ഒരു കൊട്ടം മീനിന് കൊടുക്കാത്തതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു മീൻ എടുത്തു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം വരുന്നു. ആ സാഹചര്യം നമ്മുടെ സ്റ്റേറ്റ് ക്യാപിറ്റലിൽ, ഹാർട്ട് ഓഫ് ദ സിറ്റി, നഗര ഹൃദയത്തിൽ നടക്കുകയാണ്. ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരം പോലും ഇല്ല, നടക്കുകയാണ്. അതിനെ അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായിട്ട് ഞങ്ങൾ കാണുന്നത്. കഴിഞ്ഞ മാർച്ച് 31 കാലാവധി അവസാനിച്ച എല്ലാ കടകളും തന്നെ വീണ്ടും ലേലം ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടെ അങ്ങനെ ഒരു പരിപാടിയില്ലായിരുന്നു. ആരാണോ 50 വർഷം മുമ്പ് എടുത്ത് അവർക്ക് തന്നെ പുതുക്കി കൊടുക്കുമായിരുന്നു, 5% 10% നാമമാത്രമായ തുക കൂട്ടിക്കൊണ്ട്. ഇതൊക്കെ തന്നെ പുനർലേലം ചെയ്യാൻ തീരുമാനിച്ചു. പലർക്കും വേദനിച്ചിട്ടുണ്ട്. പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന തറവാട് പോലെ കൊണ്ടുവരുന്ന പലർക്കും വേദനിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ 100 കണക്കിന് സ്ഥലങ്ങളിൽ, നാലാഞ്ചിറ മുതൽ ആറ്റുകാൽ പൊങ്കാല വരുന്ന പ്രദേശങ്ങളിലായി 100 കണക്കിന് പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ ഇത്തരത്തിലുള്ള തീവെട്ടിക്കൊള്ള നടക്കുകയാണ്. തിരുവനന്തപുരത്ത് പിടിച്ചുപറിയും കൊള്ളയുമാണ് വാഹന പാർക്കിന്റെ പേര് നടക്കുന്നതെന്നുള്ളൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ട് പോലും അറിവുള്ളവർ 1 ഇഞ്ച് പോലും ഒരു വിരലും അനക്കില്ല. ഇത് പൊതുസമൂഹത്തിന്റെ മുമ്പാകെ നേരിട്ട് പോയി ചെന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഭരണസമിതി കഴിഞ്ഞ 6 മാസത്തിൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അടുത്ത വർഷം ചർച്ച തുടങ്ങുമ്പോൾ തന്നെ പാർക്കിങ്ങിന്റെ പേരിലുള്ള ഈ കൊള്ള അവസാനിപ്പിക്കുവാനുള്ള കാര്യങ്ങൾ കൂടി ഈ കോർപ്പറേഷൻ ഭരണസമിതി മുന്നോട്ട് വയ്ക്കും. ചർച്ചയിൽ അത് ഉൾപ്പെടുത്തും. ഈ മേയർ കെയർ എന്നൊരു പദ്ധതി അവലംബിച്ചു. കോർപ്പറേഷന്റെ ഫണ്ടിൽ നിന്ന് 1 രൂപ എടുക്കാതെ 5000-ൽ കൂടുതൽ കുട്ടികൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് കൊടുത്തു. 1000 മുതൽ 1200 വരെയുള്ള വിലകൾക്ക് എന്ത് സന്തോഷത്തോടെയാണ് ഇത്രത്തോളം പാവപ്പെട്ട കുട്ടികൾ ഇത് കേട്ടിട്ട് വരികയാണ്. പഞ്ചായത്തുകളിൽ നിന്ന്, മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ വന്നു. തിരുവനന്തപുരം ജില്ലയ്ക്ക് ഇന്ന് പുറത്ത് കോൾ വന്നു. പക്ഷേ ഇത് കൊടുത്തതിലൂടെ 100 കണക്കിന് ആൾക്കാർ മേയർ കെയർ പദ്ധതിയിലേക്ക് ഇനി അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. വേറെ പല കാര്യങ്ങളും, ഒറ്റപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിലൂടെ. അത് ചിലത് പുറത്ത് മാധ്യമങ്ങൾ അറിഞ്ഞു കാണും, ചിലത് കാര്യങ്ങൾ ഞങ്ങൾ ഹൈഡ് ചെയ്യും. കാരണം ഈ അവർക്ക് ആ സഹായങ്ങൾ കിട്ടുന്നവരുടെ വളരെ ബുദ്ധിമുട്ടുന്നവരായതുകൊണ്ട് തന്നെ അത് മാധ്യമങ്ങളെ അറിയിക്കാൻ ഞങ്ങൾക്ക് ചെയ്തേണ്ടി വന്നിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ആ മേയർ കെയർ പദ്ധതി വളരെ വലിയ ഇമ്പാക്റ്റാണ് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതും 6 മാസം കോർപ്പറേഷൻ്റെ 1 രൂപ പോലും എടുത്തിട്ടില്ല. സ്പോൺസർഷിപ്പും CSR ഫണ്ട് ഉപയോഗിച്ചാണ് അത്. ഞങ്ങൾ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കടകൾ ഒഴിപ്പിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പാളയം മാർക്കറ്റും ഒക്കെ പറയുമ്പോഴേക്കും LDF-ന് CPM-ന് ഒരു വിഷമവും വേദനയും അങ്കലാപ്പും ഒക്കെ ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാം. സ്വാഭാവികമാണ്. ഞാൻ ഇതുവരെ അങ്ങനെ തുറന്നു പറഞ്ഞിട്ടില്ല. വളരെ വലിയൊരു വരുമാന ചോർച്ച അവരുടെ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇങ്ങനെ നല്ല ഫ്ലോ ആയിരുന്നു ഫണ്ടിൻ്റെ, നല്ല ഫ്ലോ ഉണ്ടായിരുന്നു ഫണ്ടിൻ്റെ. ആ ഫണ്ടിൻ്റെ ഫ്ലോ ഒക്കെ നിൽക്കുമ്പോൾ ഒരു ആശങ്കയുണ്ട്. അത് കോർപ്പറേഷൻ്റെ ചിലവിൽ ആ ഫണ്ട് വേണ്ട. കോർപ്പറേഷൻ്റെ ചിലവിൽ ആ ഫണ്ട് ഇനിയിപ്പോൾ എത്ര അവിശ്വാസം വന്നാലും കോർപ്പറേഷന്റെ പ്രോപ്പർട്ടിയിൽ നിന്നും ഫണ്ട് ഈടാക്കാനുള്ള അല്ലെങ്കിൽ ഫണ്ട് സമ്പാദിക്കാനുള്ള പരിപാടി ഇനി നടക്കില്ല. തിരുവനന്തപുരം ജനങ്ങൾ അതിനെതിരായിട്ടുള്ള വിധിയെഴുത്താണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കോൺഗ്രസും UDF-ഉം എന്തിനാണ് വേദനിക്കുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാകാത്തത്. CPM ഇങ്ങനെ പ്രതിസന്ധിയിലാകുമ്പോഴേക്കും കോൺഗ്രസ് അപ്പോഴാണ് അതിൻ്റെ രാഷ്ട്രീയം, അതിൽ വളരെ സന്തോഷം നമുക്കുണ്ട്. കാരണം ഇന്ത്യ മുന്നണി കേരളത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്.